എൽമാസ് ടൈലറിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സാരി ബ്ലൗസിന് കഴുത്തിറക്കം കൂടുമ്പോൾ ഷോൾഡർ എങ്ങനെയാണ്, അതായത് ഫുൾ ഷോൾഡറിൽ നമ്മൾ ഷോൾഡർ എങ്ങനെയാണ് മൈനസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുറയ്ക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ അതെനിക്ക് 2-3 പേര് റിക്വസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് പറഞ്ഞു തരുമെന്ന്. അപ്പോൾ അതിനെ പറ്റിയുള്ള വീഡിയോ ആണ് ഇന്ന് നമുക്ക്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനത് ആദ്യം ബുക്കിൽ എഴുതി കാണിക്കാം. നമുക്ക് ഷോൾഡർ മൈനസ് ചെയ്യാൻ നമുക്ക് ചെസ്റ്റ് അളവ് അറിയണം, ഷോൾഡറിൻ്റെ അളവ് അറിയണം, പിന്നെ കഴുത്തിൻ്റെ ഇറക്കം. അത്രയാണ് നമുക്ക് വരുന്നത്. കാരണം ആം ഹോൾ റൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കഴുത്തിൻ്റെ ഇറക്കവുമായിട്ട് അതിന് ബന്ധമില്ല. അത് നമ്മുടെ ആം ഹോൾ എത്രയാണോ അതിൻ്റെ കൂടെ ലൂസ് ചേർത്ത് നമ്മൾ തുണിയിൽ അപ്ലൈ ചെയ്യുകയാണ്. പക്ഷേ ബന്ധപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ കഴുത്തിറക്കം, പുറകിലത്തെ കഴുത്തിറക്കം, ഷോൾഡർ, പിന്നെ ചെസ്റ്റ് അളവ്. ഇങ്ങനെ 3 അളവാണ് നമുക്ക് ഷോൾഡർ മൈനസ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കിപ്പം കഴുത്തിറക്കം 1 തുടങ്ങാം. 1 12 വരെ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പം ഇത്രയും നമുക്ക് ഇറക്കം വരാം സാരി ബ്ലൗസിന്. അപ്പം 1 എന്ന് പറയുമ്പോൾ നമുക്ക് കോളർ നെക്കാവാം, 1 1.5 വരുന്നത് കോളർ നെക്കാവാം, അല്ലെങ്കിൽ ഹൈനെക്ക് ബ്ലൗസ് ആകാം. 1 1.5 വരുന്നത് ഹൈനെക്ക് ബ്ലൗസ് ആകാം, കോളർ ബ്ലൗസ് ആകാം, കോളർ വെക്കുന്ന ചുരിദാറോ ബ്ലൗസോ എന്തും ആകാം. ഇത്തരം കഴുത്തുകൾക്ക്, അതായത് 1 1.5 വരുന്ന കഴുത്തുകൾക്ക് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഷോൾഡറിൽ നമ്മൾ സെയിം ഷോൾഡറാണ് വെക്കുക. ഇപ്പം 36 ചെസ്റ്റ് അളവ്, 16 ഷോൾഡർ അളവാണെങ്കിൽ ഈ 16 ഇഞ്ച് ഷോൾഡറും അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പും കൂടെയാണ് നമ്മൾ ഈ 1 തൊട്ട് 1.5 വരെ കഴുത്തിറക്കം വെക്കുന്ന ബ്ലൗസുകൾക്ക് വെക്കുന്നത്. അതായത് 2 3 ഇഞ്ച് നെക്കാണ്. 2 2.5 3 3.5 വരെയൊക്കെ നമ്മൾ ഷോൾഡർ. 16-ൽ നമ്മൾ 1 ഇഞ്ചാണ് കുറയ്ക്കുക. അപ്പം പിന്നെ തയ്യൽത്തുമ്പൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 16 ഇഞ്ചിൽ നമ്മൾ 1 ഇഞ്ച് കുറയ്ക്കും, നമുക്ക് 15 വന്നത്. അപ്പം അതിൻ്റെ 2-ൽ 1 വീതം 7.5 ഇഞ്ച്, 15-ൻ്റെ പകുതി 7.5 ഇഞ്ച്. അപ്പോൾ നമ്മൾ 16 ഫുൾ ഷോൾഡറെങ്കിൽ നമ്മൾ ഈ 2 അളവുകൾക്ക്, അതായത് 2 3 ആയ അളവുകൾക്ക് നമ്മൾ 7.5 കൊടുക്കണം. അതായത് 16 നമ്മൾ 1 കുറയ്ക്കുമ്പോൾ നമുക്ക് 15 കിട്ടുന്നു. 15-ൻ്റെ 2-ൽ 1 ഷോൾഡർ എന്ന് പറയുന്നത് 7.5 ഇഞ്ചാണ്. ഇവിടെ നമ്മൾ ഫുൾ ഷോൾഡർ കൊടുക്കും. ഫുൾ ഷോൾഡർ പ്ലസ് തയ്യൽത്തുമ്പ് 2 3 വരുന്നതിന് നമ്മൾ 1 ഇഞ്ച് കുറയ്ക്കും. ഇപ്പോൾ നമുക്ക് 16-ൽ നിന്നും 1 ഇഞ്ച് പോയാൽ നമുക്ക് 15 വരുന്നത്. 15-ൻ്റെ 2-ൽ 1 ഷോൾഡർ എന്ന് പറയുമ്പോൾ 7.5. ഇനി നമുക്ക് 4ഉം 5ഉം ഉണ്ട്. 4ഉം 5ഉം. അപ്പോൾ ഇത് നമ്മൾ ഈ 36 ചെസ്റ്റ് അളവിന് നമ്മളിപ്പം കഴുത്തിറക്കം 4 4.5 അല്ലെങ്കിൽ 5 5.5 എടുക്കുന്നതെങ്കിൽ നമ്മൾ ഒറിജിനൽ ഷോൾഡറിൽ നിന്ന് നമുക്ക് 1.5 തൊട്ട് 1.5 ഇഞ്ച് തൊട്ട്, അതായത് ഷോൾഡറിൻ്റെ വീതിക്ക് അനുസരിച്ചാണ് നമ്മൾ. എല്ലാവർക്കും ഇപ്പം 16 ആകണം നിർബന്ധമില്ല. ചിലർക്ക് 17 ആവാം, ചിലർക്ക് 14 ആവാം, ചിലർക്ക് 15 ആവാം ഷോൾഡർ വീതി. അപ്പം എങ്ങനെ വരുന്ന അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം? 4 5 ഇഞ്ച് കഴുത്തിറക്കമാണെങ്കിൽ നമ്മൾ 1.5 ഇഞ്ച് കുറയ്ക്കണം. ഒന്നര ഇഞ്ച്. അതായത് ഫുൾ ഷോൾഡറിൽ നമ്മൾ 16-ൽ നിന്നും നമുക്കിപ്പം 16-ൻ്റെ ആണ് ഉദാഹരണം പറഞ്ഞത്. അപ്പോൾ ഈ 16-ൽ നമ്മൾ 1.5 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് 14.5 വന്നു. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് 7.25 ഷോൾഡർ വീതി. അത് നമ്മുടെ ഷോൾഡർ എത്രയാണോ അതിൽ നിന്നാണ് നമ്മൾ 1.5 കുറയ്ക്കേണ്ടത്. ഇപ്പം ഈ 36-ന് 16 വന്നെന്ന് പറഞ്ഞാൽ ചിലപ്പം 34-ന് 15 വരാം. അപ്പം 15-ൽ നമ്മൾ 1.5 കുറയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് 13.5 കിട്ടി. അങ്ങനെയാണ് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മൾ 6 7 6 വരാം, 6.5 വരാം, 7 വരാം, അല്ലെങ്കിൽ 6.25 വരാം, 7.5 വരാം. ഈ 2 അളവിൽ ഇതെല്ലാം ഉൾപ്പെട്ട് വരും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 2 മുതൽ 2 ശരിക്കും കുറയ്ക്കേണ്ടത്. 6 മുതൽ 7 വരെയുള്ള അളവുകൾ, അതായത് 6 ഇഞ്ച് കഴുത്തിറക്കം, 7 ഇഞ്ച് കഴുത്തിറക്കം വരുന്നത്, 6 6.5 7 7.5 കഴുത്തിറക്കം വരുന്നവർക്ക് നമ്മൾ എന്ത് ചെയ്യണം? 2 ഇഞ്ചാണ് ഫുൾ ഷോൾഡർ ചെയ്യുന്നത് കുറച്ച് കൊടുക്കുന്നത്. പിന്നെ അവിടെ തയ്യൽത്തുമ്പൊന്നും വേണ്ട. ഈ 16-ൽ നമ്മൾ 2 കുറയ്ക്കുക, 14 വരും. അപ്പോൾ നമുക്ക് 7 വരുന്നു. ഇത് ചിലപ്പം ചില സാഹചര്യങ്ങളിൽ ഇപ്പം 34 ചെസ്റ്റ് അളവിന് 14 ഷോൾഡർ വരുന്നതെങ്കിൽ നമ്മൾ ഇവിടെ ചിലപ്പം 2.5 കുറച്ച് കൊടുക്കേണ്ടി വരും. അത് മാറ്റം വരും. ഈ ഷോൾഡറിനനുസരിച്ച് നമ്മളൊരു കണക്ക് പറയുന്നതാണ്. അപ്പം ഈ ചിലപ്പോൾ 6 7 വരുന്നിടത്ത് ചിലപ്പം നമുക്ക് 2 കുറച്ചാൽ പോരായിരിക്കും ചില ഷോൾഡറുകൾക്ക്. അപ്പം അത് നോക്കിയിട്ട് നമ്മൾ 2 ആകാം, ചിലപ്പോൾ 2.5 ആവാം. അങ്ങനെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ നോർമലായിട്ട് പറയുമ്പോൾ 6 ഇഞ്ച് അല്ലെങ്കിൽ 6.5 ഇഞ്ച് അല്ലെങ്കിൽ 7 ഇഞ്ച് കഴുത്തിറക്കം വരുന്ന ആൾക്ക് ഫുൾ ഷോൾഡറിൽ നമ്മൾ 2 ഇഞ്ചാണ് കുറയ്ക്കാൻ പറയുന്നത്. ഇനി നമ്മൾ 8 9 ഇത്രയും താത്തിയാണ് എടുക്കുന്നതെങ്കിൽ, കഴുത്തിറക്കം നമ്മൾ ഇത്രയും താത്തിയാണ് എടുക്കുന്നതെങ്കിൽ ഈ 16-ൽ നിന്നും നമ്മൾ 3 ഇഞ്ച് കുറയ്ക്കണം.
3 ചിലപ്പോൾ 3.5 ആവാം. അത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞതുപോലെ ചില ഷോൾഡറുകാർക്ക്, അതായത് ഇന്നലെ ഞാൻ കാണിച്ച വീഡിയോയിൽ അപ്പം നമ്മൾ 9 ഇഞ്ചാണ് കഴുത്തിറക്കം എടുത്തത്. അപ്പോൾ അവരുടെ ഷോൾഡർ 17 ആയിരുന്നു. അപ്പം 17ൽ നമ്മൾ 3.5 കുറച്ചത്. അങ്ങനെ കുറയ്ക്കേണ്ടി വരാം. ചില ഷോൾഡറുകാരുടെ പ്രത്യേകത കൊണ്ടാണ് നമ്മൾ അങ്ങനെ. ചിലപ്പം വിരിഞ്ഞ ഷോൾഡർ ആകുമ്പോൾ നമുക്ക് ചെസ്റ്റ് വണ്ണം നോക്കുക, ചെസ്റ്റ് വണ്ണം നോക്കണം, നമ്മളുടെ ഷോൾഡർ വിരിവ് നോക്കിയിട്ടാണ് നമ്മൾ ഈ കുറയ്ക്കേണ്ട സംഖ്യ നിശ്ചയിക്കുന്നത്. അല്ലാതെ നമ്മളിപ്പം 8നും 9നും കൃത്യം 3 കുറയ്ക്കാവുള്ളൂ എന്ന് നിർബന്ധമില്ല. നമുക്ക് ഷോൾഡർ വിരിവ് കൂടുതലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കഴുത്ത് അകലം കൂടുതലെടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചിലപ്പോൾ നമുക്ക് ഈ ഷോൾഡറിന് നമുക്ക് 3.5 കുറയ്ക്കേണ്ടി വന്നേക്കാം. ഇതിപ്പോൾ ഞാൻ 8, 9ന്റെ 3 പറഞ്ഞത്. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് കഴുത്തകലം കൂടുതലെടുക്കണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ 3.5 വരെ കുറയ്ക്കേണ്ടി വന്നേക്കാം. ഇപ്പം നമ്മൾ അത്രയും കഴിഞ്ഞു, 8, 9 കഴിഞ്ഞു. ഇനി 10, 11. അപ്പോൾ ചില സാരി ബ്ലൗസുകൾക്ക് നമ്മൾ 10, 11 ഇറക്കം കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇപ്പം ഈ അളവ് വെച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ അളവ് ഏതും ആകാം. ഇപ്പം 32 ആവാം, 34 ആവാം, 38 ആവാം, 40 ആകാം. അങ്ങനെ ഏതളവും ഈ ചെസ്റ്റ് അളവിൽ നിങ്ങൾക്ക് വരാം. അപ്പോൾ ഷോൾഡറും അതനുസരിച്ച് മാറും. ചിലർക്ക് 40 ഇഞ്ച് ചെസ്റ്റ് അളവ് വരുമ്പോൾ ഷോൾഡർ അളവ് വരുന്നത് ചിലപ്പം 17 ആയിരിക്കും. ഇല്ല 42ന് 17 വരാം, 40ന് 16 വരാം, 40ന് 15 വരാം. അങ്ങനെ ഏത് ഷോൾഡർ അളവും വരാം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഈ കണക്ക് പറഞ്ഞാലും നിങ്ങളുടെ ചെസ്റ്റ് അളവ് എത്രയാണെന്ന് നോക്കുക, നിങ്ങളുടെ ഷോൾഡർ അളവ് എത്രയാണെന്ന് നോക്കുക. അതിനകത്തുനിന്നാണ് നിങ്ങൾ ഇങ്ങനെ മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 10, 11 ആണെങ്കിൽ നമ്മൾ എത്ര കുറയ്ക്കണം? നമുക്ക് 3.5 തൊട്ട് 4 വരെ കുറയ്ക്കാം. ഇവിടെ നമുക്ക് 3 തൊട്ട് 3.5 വരെ കുറയ്ക്കാം. അതായത് ചെസ്റ്റ് വിരിവിനനുസരിച്ച് കേട്ടോ. ഇപ്പോൾ ഈ 16 ഇഞ്ച് തന്നെ നമുക്ക് 3.5 കുറയ്ക്കണം നിർബന്ധമില്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഈ 34 ചെസ്റ്റ് അളവിന് നമ്മൾ 17 ഇഞ്ചാണ് ഷോൾഡർ വിരിവ് വരുന്നതെങ്കിൽ നമുക്ക് ചിലപ്പം 8 ഇഞ്ചാണ് കഴുത്തിറക്കുമെങ്കിൽ നമുക്ക് 3 ഇഞ്ചോ 3.5 ഇഞ്ചോ കുറച്ച് കൊടുക്കേണ്ടി വരാം. അത് കഴുത്തകലം എത്രയാണ് എടുക്കുന്ന അനുസരിച്ചാണ് നമുക്ക് ഈ മൈനസ് വരുന്നത്. അതായത് ഷോൾഡറിൽ നമ്മൾ മൈനസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് 10, 11 ആണെങ്കിൽ നമുക്ക് 3.5 കുറയ്ക്കുന്നതുണ്ടാവാം, ചിലപ്പോൾ 4 വരെ കുറയ്ക്കാം. അതായത് കഴുത്തകലം എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതനുസരിച്ചാണ് നമ്മൾ ഇത് കുറയ്ക്കുന്നത്. ഞാൻ ഈ തുണിയാൽ വെട്ടി കാണിച്ചു തരാം. ഇനി നമ്മൾ 12 ഇഞ്ചാണ് എടുക്കുന്നതെങ്കിൽ ചിലർ 12 ഇഞ്ച് എടുക്കും. കാരണം നല്ല 15 ഇഞ്ച് ഇറക്കമുള്ളവർക്ക് ചിലപ്പം ഇത്രയും അകലേ ഉണ്ടാവുള്ളൂ ഇറക്കത്തിൽ. അത് പുറകിൽ നമ്മൾ കൊളുത്തും കൊടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം 15 ഇഞ്ചിൽ 3 ഇഞ്ച് ഇവിടെ ഉണ്ടാവുള്ളൂ, ബാക്കി 12 ഇഞ്ചും കഴുത്തായിരിക്കും ചില സമയങ്ങളിൽ. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ എത്ര ചെയ്യണം? അപ്പം 5 ഇഞ്ച് കുറയ്ക്കാം. ഇപ്പം 19 ഷോൾഡർ ആണെങ്കിൽ നമുക്കതിൽ നിന്നും 5 ഇഞ്ച് കുറയ്ക്കാം. അപ്പം 16 ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് 4.5 കുറയ്ക്കാൻ പറ്റുള്ളൂ. ചില കണക്കുകളിൽ നമുക്ക് 5 ഇഞ്ചും കുറയ്ക്കാം. കാരണം എന്ന് വെച്ചാൽ ഈ 12 ഇഞ്ച് കഴുത്തിറക്കം വരുമ്പോഴത്തേക്ക് ഇങ്ങ് താഴെ വരും. അപ്പോൾ നമുക്ക് ഈ ഷോൾഡർ 1.5 ഇഞ്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് 5 ഇഞ്ചും കുറച്ച് കൊടുക്കാം. 11 ഇഞ്ചിൽ നമുക്ക് ഷോൾഡർ മൈനസ് ചെയ്തിട്ട്, അതായത് 16ൽ നിന്ന് 5 പോയാൽ നമുക്ക് 11 കിട്ടുന്നത്. അതിൻ്റെ 5.25 വരും നമുക്ക് ഷോൾഡർ. അങ്ങനെയും വരാം. അപ്പോൾ ഇങ്ങനെയാണ് കണക്കുകൾ വരുന്നത്. അതായത് 12 ഇഞ്ച് വരെയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പം ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ കണക്കുകളിൽ മാറ്റം വരാം. കാരണം ചിലപ്പം 12 ഇഞ്ചിന് ചിലപ്പോൾ നമുക്ക് 4 ഇഞ്ച് എടുക്കേണ്ട അവസ്ഥ വന്നേക്കാം. അത് ഈ ഷോൾഡറിൻ്റെ വ്യതിയാനത്തിനനുസരിച്ച്, ഷോൾഡർ വിരിവിൻ്റെ വ്യതിയാനത്തിനനുസരിച്ച് ഈ കണക്കുകളിൽ, നമ്മൾ ഈ കുറയ്ക്കുന്ന കണക്കുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാം. ചിലത് കൂടുതൽ വരാം, ചിലത് കുറവ് വരാം. അപ്പോൾ ഞാൻ തുണിയിൽ 2 കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ഷോൾഡർ ഉണ്ട്. ചിലർക്ക് 17 ആയിരിക്കും, ചിലർക്ക് 18 ആയിരിക്കും, ചിലർക്ക് 16 ആയിരിക്കും. അങ്ങനെ ഷോൾഡറിൽ വ്യതിയാനങ്ങൾ വരുമ്പോൾ ഈ അളവിലും വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ 2 ബ്ലൗസിൻ്റെ വെട്ടി കാണിച്ചു തരാം, വെട്ടുമല്ല വരച്ച് കാണിച്ചു തരാം. ഞാൻ ഈ അളവുകളെ തുണിയിലൊന്ന് ഫുൾ അളവുകളെ ഞാൻ 1 തൊട്ട് 12 വരെയുള്ള അളവുകളെ തുണിയിലൊന്ന് അടയാളപ്പെടുത്തി കാണിച്ചു തരാം. ഞാൻ ബുക്കിൽ കാണിച്ച് അത്ര ക്ലിയർ ആയി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഈ തുണിയിലൊന്ന് അടയാളപ്പെടുത്തി കാണിക്കാം. നമ്മൾ ഇറക്കത്തിനായിട്ട് ഒരു 16 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി. അപ്പം നമുക്ക് നോർമൽ ഒരു അളവിടാം. 36 ചെസ്റ്റ് അളവ്, 16 ഷോൾഡർ അളവ്. അപ്പം ഈ 16 ഷോൾഡർ അളവിൽ എങ്ങനെയാണ് 1 മുതൽ 12 വരെ കഴുത്തിറക്കം വരുമ്പോൾ നമ്മൾ ഷോൾഡർ അളവ് കുറയ്ക്കുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഷോൾഡർ അളവ് അവിടെ പ്ലേസ് ചെയ്തിട്ട് അതിൽ നിന്ന് കുറയ്ക്കാം കേട്ടോ. അപ്പോൾ ചെസ്റ്റ് അളവ് മാറും നിങ്ങളുടെ ഏതാ. അപ്പോൾ 36ന്റെ സ്ഥാനത്ത് 34 വരാം, 38 വരാം, 40 വരാം. ഇതിൻ്റെ സ്ഥാനത്ത് ചിലപ്പോൾ 15 വരാം, 17 വരാം, 18 വരാം, 19 വരാം. അതേതും വരാം. അപ്പം നിങ്ങളുടെ ഏതാണോ ഷോൾഡർ അത് അവിടെ നിങ്ങൾ പ്ലേസ് ചെയ്യുക. ഞാനിപ്പോൾ ഈ 16 വെച്ചിട്ടാണ് പറഞ്ഞു തരുന്നത്. ഇപ്പം നമ്മൾ കഴുത്തിറക്കം നമുക്ക് 1 മുതൽ 1.5 വരെ
നമ്മൾ 1 മുതൽ 1 വരെ നമ്മൾ ചിലപ്പം കോളർ കഴുത്തിന് കൊടുത്തേക്കാം. ചിലപ്പോൾ നമ്മൾ ക്ലോസ്ഡ് നെക്ക് കൊടുക്കുമ്പോൾ നമുക്ക് 1 മുതൽ 1.5 വരെ നമ്മൾ കൊടുക്കാം ചില അവസരങ്ങളിൽ. അപ്പം കോളറിനൊക്കെ നമ്മൾ 1.5 വരെ കൊടുക്കുന്ന അവസരങ്ങളുണ്ടാവും. അപ്പം നമ്മൾ ഷോൾഡർ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ 1.5 ഇഞ്ച് ഇവിടെ ഇറക്കം കൊടുത്തു. നമുക്ക് അകലം 2 ഇഞ്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ 1.5 ഇഞ്ച് കഴുത്ത് ഇറക്കം കൊടുത്തു. അപ്പോൾ നമ്മൾ കഴുത്തിൻ്റെ ഇറക്കത്തെ ബേസ് ചെയ്താണ് ഷോൾഡർ കുറയ്ക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 1 ഇറക്കം കൊടുത്തു. അപ്പോൾ നമുക്ക് ഈ ഷോൾഡറിന് എത്ര കുറയ്ക്കണം നോക്കാം. അപ്പം 1.5 ആണെങ്കിൽ നമ്മുടെ ഷോൾഡർ 16 ആണ്. 16 ഫുൾ ഷോൾഡറിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ചും കൂടെ തയ്യൽത്തുമ്പ് കൊടുക്കുക. അപ്പം 17 വന്നു. 17ൻ്റെ 2 വണ്ണം എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് 17 ആണ്. 16ൻ്റെ കൂടെ 1 കൂട്ടും 17 വന്നു. 17ൻ്റെ 2 ഷോൾഡർ എന്ന് പറയുന്നത് 8.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ എത്ര അടയാളപ്പെടുത്തണം? 16 ഷോൾഡർ ഉള്ള ഒരാൾക്ക് ക്ലോസ്ഡ് നെക്കോ അല്ലെങ്കിൽ കോളർ വെക്കുന്ന ഡ്രസ്സും ആണെങ്കിൽ, അല്ലെങ്കിൽ സാരി ബ്ലൗസ് ആണെങ്കിൽ നമ്മൾ ഫുൾ ഷോൾഡർ പ്ലസ് തയ്യൽത്തുമ്പ് അങ്ങനെ ചെയ്യും. അപ്പോൾ നമ്മൾ 16 ആണ് ഷോൾഡർ, അതിൻ്റെ കൂടെ 1 കൂട്ടി അതിൻ്റെ പകുതി 8.5 ഇഞ്ച് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി. 8.5. ഇനി നമ്മുടെ കഴുത്തിറക്കം 2 ഇഞ്ചോ 2 മുതൽ 3 വരെ ആയാൽ, ഇപ്പം നമ്മൾ കഴുത്തിറക്കം 2, 3, 2.5 വരാം, 2 വരാം, 2.5 വരാം, 3 വരാം, ഇപ്പോൾ 3.5 വരാം. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതേ അകലം തന്നെ നമ്മൾ കൊടുത്തു. അപ്പോൾ നമ്മൾ കഴുത്തിറക്കം വരച്ചാൽ നമുക്ക് 2, 3 ഇങ്ങനെയാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഇതിനാകുമ്പോൾ നമുക്ക് എത്ര കുറയ്ക്കണം? ഷോൾഡറിൽ നമ്മൾ 1 ഇഞ്ചാണ് കുറയ്ക്കുന്നത്. 1 ഇഞ്ച് കുറച്ചു. അപ്പോൾ നമുക്ക് വരുന്നത് 16ൽ നമ്മൾ 1 ഇഞ്ച് കുറയ്ക്കുമ്പോൾ നമുക്ക് 15 ഇഞ്ച് വന്നു. അപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ അളവ് വന്നത് 15 ഇഞ്ച് വരുമ്പോൾ 15ൻ്റെ 2 ഷോൾഡർ എന്ന് പറയുന്നത് 7.5 ഇഞ്ചാണ്. നമ്മൾ 7.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി. നമ്മൾ ഫുൾ ഷോൾഡറാണ് ആദ്യത്തേന് കൊടുത്തത്, പ്ലസ് തയ്യൽത്തുമ്പ് കൊടുത്തു. രണ്ടാമത്തേന് നമ്മൾ 1 ഇഞ്ച് കുറച്ചു. 2 ഇഞ്ചോ 3 ഇഞ്ചോ കഴുത്തിറക്കം വരുന്നവർക്ക് 1 ഇഞ്ച് കുറച്ചു. അപ്പം നമ്മൾ ഫുൾ ഷോൾഡറിൽ നിന്ന് 1 കുറച്ച് നമ്മൾ 7.5 അടയാളപ്പെടുത്തി. നമ്മൾ 16ൻ്റെ ആണ് പറയുന്നത്. ഈ സ്ഥാനത്ത് നിങ്ങളുടെ ഷോൾഡർ ആഡ് ചെയ്യുക, അപ്പം കറക്റ്റ് ആവും. ഇനി നമ്മൾ 4 ഇഞ്ചോ 5 ഇഞ്ചോ ഇറക്കമാണ് കൊടുക്കുന്നതെങ്കിൽ, സാരി ബ്ലൗസിന് ചിലർ 5 ഇഞ്ച് 4 ഇഞ്ച് ഇറക്കം കൊടുക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ 1.5 ഇഞ്ചാണ് കുറയ്ക്കുന്നത്. ഫുൾ ഷോൾഡറിൽ നിന്ന് നമ്മൾ 1.5 ഇഞ്ച് കുറയ്ക്കും. അപ്പം 16ൽ നമ്മൾ 1.5 പോയാൽ കുറച്ചാൽ നമുക്ക് 14.5 വന്നു. അപ്പം 14യുടെ 2 വണ്ണം എന്ന് പറയുന്നത് 7.25. അത് നമ്മൾ രേഖപ്പെടുത്തി. 7.25 ഇതാണ് നമ്മുടെ 3ൻ്റെ, 2ൻ്റെ ഇത്, 1ൻ്റെ ഇത്, ഇങ്ങനെ വന്നു. ഇനി നമുക്ക് ഇവിടെ നമ്മൾ 4, 5, ഇനി നമ്മൾ 6, 7 ആണെങ്കിൽ, അതായത് കഴുത്തിറക്കം നമ്മൾ 6, 7 ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ അതേ അകലം കൊടുത്തു, ഇറക്കം കൊടുത്തു. നമ്മൾ വരച്ചെങ്കിൽ 6, 7 ഇങ്ങനെയാണ്. നമുക്ക് 6.5 വരാം, 7 വരാം, 7.5 വരാം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഫുൾ ഷോൾഡറിൽ നമ്മൾ 2 ഇഞ്ചാണ് കുറയ്ക്കുന്നത്. ഇത് നമുക്ക് ഷോൾഡറിൻ്റെ വിരിവിനനുസരിച്ച് മാറ്റം വരാം കേട്ടോ. ഈ 6, 7 വരുമ്പോൾ ചിലപ്പോൾ 2.25 കുറയ്ക്കേണ്ടി വരാം, ചിലപ്പോൾ 2.5 കുറയ്ക്കേണ്ടി വരാം. അത് ഞാനിപ്പം ഫുള്ളായിട്ട് ഇതിങ്ങനെ പറയുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ നോർമലായിട്ട് കുറയ്ക്കുന്നത് 6ൽ നിന്നും 6ഉം 7ഉം കഴുത്തിറക്കമാണെങ്കിൽ, 6 ഇഞ്ചോ 6.5 ഇഞ്ചോ 7 ഇഞ്ചോ 7.5 ഇഞ്ചോ കഴുത്തിറക്കമാണെങ്കിൽ നമ്മൾ ഫുൾ ഷോൾഡറിൽ നിന്ന്, അതായത് 16ൽ നമ്മൾ 2 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് 16ന് 2 കുറയ്ക്കുമ്പോൾ നമുക്ക് 14 വന്നു. 14ൻ്റെ പകുതി ഷോൾഡർ എന്ന് പറയുമ്പോൾ 7 ഇഞ്ച് വന്നു. അപ്പോൾ നമ്മുടെ ഷോൾഡർ ഇതാണ്. ഇനി നമ്മൾ കഴുത്തിറക്കം നമുക്ക് 8 ഇഞ്ചോ 9 ഇഞ്ചോ ആണെങ്കിൽ, ഇതിപ്പോൾ 2, 2.5 ആകാം കേട്ടോ. 6നും 7നും 2, 2.5 ആവാം. ഇവിടെ നമ്മൾ 8, 9 ഇങ്ങനെയാണ് നമ്മൾ ഇറക്കം കൊടുക്കുന്നതെങ്കിൽ, ഈ 36 ഷോൾഡർ ചെസ്റ്റ് അളവ് 16 ഷോൾഡർ, അവിടെ നിങ്ങളുടെ ഷോൾഡർ ആഡ് ചെയ്യുക. അപ്പം അതിൻ്റെ നിന്ന് നമ്മൾ 8 ഇഞ്ചോ 9 ഇഞ്ചോ കഴുത്തിറക്കമാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ കുറയ്ക്കുന്നത് 3 ഇഞ്ച് കുറയ്ക്കണം. 3 ഇഞ്ച് മുതൽ 3.5 വരെ കുറയ്ക്കണം. അത് ഓരോരുത്തരുടെ ഷോൾഡറിൻ്റെ വിരിവനുസരിച്ചാണ്. കാരണം കഴിഞ്ഞ ദിവസം ഇന്നലെ ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 42 ചെസ്റ്റ് അളവിന് നമ്മൾ 17 ഷോൾഡർ വന്നപ്പോൾ ഷോൾഡറിൽ നിന്ന് നമ്മൾ കുറച്ചത് 3.5 ഇഞ്ചാണ്. അവർക്ക് 9 ഇഞ്ചായിരുന്നു കഴുത്തിറക്കം, നമ്മൾ 3.5 ഇഞ്ചാണ് ഷോൾഡറിൽ നിന്ന് കുറച്ച് കൊടുത്തത്. അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ 8, 9 ഇഞ്ച് കഴുത്തിറക്കമാണ് ഒരാൾക്ക് കൊടുക്കുന്നതെങ്കിൽ, നമ്മൾ ഈ ഷോൾഡർ ആണെങ്കിലാണ് ഇതുവരെ നിങ്ങളുടെ ഷോൾഡർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ 8, 9ൽ നിന്ന് കഴുത്തിറക്കം എടുക്കുന്നെങ്കിൽ നിങ്ങളുടെ ഏത് ഷോൾഡറാണോ അതിൽ നമ്മൾ 3, 3.5 കുറച്ച് കൊടുത്തോണ്ടിരിക്കണം.
അപ്പോൾ നമ്മളിവിടെ 16-ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ നമുക്ക് 13 വന്നു. 3.5 ആണെങ്കിൽ നമുക്ക് 12.5 വന്നു. അപ്പോൾ 3ൻ്റെ നമുക്ക് നോക്കാം. 3 കുറയ്ക്കുന്നതെങ്കിൽ 13 വന്നു. നമുക്കിവിടെ ഷോൾഡർ 6.5 വന്നു. 6.5 നമുക്ക് 6.5 ഷോൾഡർ. ഇവിടെ 16-ൽ നമ്മൾ 2 കുറയ്ക്കുമ്പോൾ നമുക്ക് 7 ഇഞ്ച് വന്നു. ഇവിടെ നമുക്ക് 16-ൽ നിന്നും 1.5 കുറയ്ക്കുമ്പോൾ നമുക്ക് 14.5 വന്നു. 7.25 വന്നു. ഇവിടെ നമുക്ക് 1 ഇഞ്ച് കുറയ്ക്കുമ്പോൾ 15 വന്നു. നമുക്ക് 7.5 വന്നു. ഇവിടെ നമുക്ക് ഫുൾ ഷോൾഡർ വന്നു. ഫുൾ ഷോൾഡർ പ്ലസ് തയ്യൽത്തുമ്പ് വന്നു. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് അടുത്തത് നമുക്ക് 10 ഇഞ്ചോ 11 ഇഞ്ചോ ആണെങ്കിൽ അകലെ നമുക്ക് എത്ര വേണേലും കൊടുക്കാം. ഓരോരുത്തരുടെ ഷോൾഡർ അനുസരിച്ച് വ്യത്യാസപ്പെടുത്തിക്കൊള്ളുക. ഇതിപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 10 ഇഞ്ചോ 11 ഇഞ്ചോ ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഫുൾ ഷോൾഡറിൽ നമ്മൾ 4 തൊട്ട് 4.5 വരെ കുറച്ച് കൊടുക്കാം. 4 ഓർ 4.5 അങ്ങനെ കുറച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇപ്പം 10 ഇഞ്ചാണ് കുറയ്ക്കുന്നെങ്കിൽ നമ്മൾ 10 ഇഞ്ചാണ് നമ്മൾ കൈ തിറക്കം എടുക്കുന്നെങ്കിൽ 16-ൽ നമ്മൾ 4 കുറയ്ക്കുമ്പോൾ നമുക്ക് 12 വന്നു. ഇപ്പം 12 വരുമ്പോൾ നമുക്ക് കഴുത്ത് ഷോൾഡർ വീതി വരുന്നത് 6 ഇഞ്ച്. ഈ കണക്കിൽ വ്യത്യാസം വരാം കേട്ടോ. ഷോൾഡർ നമുക്ക് ഇതിലും ചെയ്തിപ്പം 14ൻ്റെ ആണ് പറഞ്ഞത്. 16ൻ്റെ ആണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് 14 ഈ സ്ഥാനത്ത് വരുന്നെങ്കിൽ ഇതിൽ നിന്ന് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ഇപ്പം 16ൻ്റെ ആണ് പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് 14 ഷോൾഡർ എങ്കിൽ അതിവിടെ ആഡ് ചെയ്യുക. അതായത് 14-ൽ നിന്ന് 2 പോകുമ്പോൾ നമുക്ക് 12 കിട്ടുക. നമുക്കിവിടെ 6 കിട്ടും. അപ്പോൾ നമ്മളിവിടെ 10, 11 വരുന്നതിന് നമുക്ക് ഷോൾഡർ കിട്ടുന്നത് 6 ഇഞ്ചാണ്. 6 ഇഞ്ച്. ഇനി നമ്മൾ അഥവാ 12 ഇഞ്ച് എടുത്തു നോക്കുക കഴുത്തിറക്കം. ചിലർ കഴുത്ത് വരയ്ക്കാനൊക്കെ ചിലപ്പം 12 ഇഞ്ച് എടുത്തു വരും. അപ്പോൾ നമ്മൾ 12 ഇഞ്ചാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ 16-ൽ നിന്ന് നമുക്ക് ചിലപ്പം 4.5-യോ 5-ഓ കുറച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ 5 കുറച്ച് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് 11 വരുന്നത്. അപ്പം 11ൻ്റെ പകുതി എന്ന് പറയുന്നത് 5.5 ഇഞ്ചാണ്. നമുക്ക് 5.5 ഇഞ്ച്. അതായത് ഓരോ ഇഞ്ച് നമ്മൾ കഴുത്തിറക്കം കുറയ്ക്കുന്ന അനുസരിച്ച് നമ്മുടെ ഷോൾഡറിൽ നമ്മൾ 4 ഇഞ്ച് കുറച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. അതിൽ മാറ്റം വരാം. നമ്മുടെ ഷോൾഡർ വിരിഞ്ഞതാണെങ്കിൽ അതിൽ മാറ്റം വരാം. ചിലപ്പം 4 ഇഞ്ച് ആയിരിക്കില്ല, ചിലപ്പോൾ 1/2 ഇഞ്ചിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കാം. ഇറങ്ങിയ കഴുത്തും വിരിഞ്ഞ ഷോൾഡറും ആണെങ്കിൽ നമുക്ക് ഈ കണക്കുകളിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കാം. ഈ കണക്കിലും വ്യത്യാസം വന്നുകൊണ്ടിരിക്കാം. അപ്പം ഇനി ഞാൻ ഓരോ ഷോൾഡറിൻ്റെ അത് ഓരോ ചെസ്റ്റ് അളവിന് ഓരോ ഷോൾഡർ വരുന്നതിൻ്റെയും കൂടെ വെട്ടി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബോധ്യമാവും. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾ ഒരു ബുക്കിലേക്ക് തുടക്കക്കാരാണെങ്കിൽ നിങ്ങളൊരു ബുക്കിലേക്ക് എഴുതി വെച്ചിട്ട് ഇത് കറക്റ്റ് ചെയ്ത് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിനി അടുത്ത ബ്ലൗസ് നമുക്ക് ഓരോന്ന് വെട്ടി നോക്കാം. നമുക്ക് ബ്ലൗസ് നമുക്ക് ഓരോ ചെസ്റ്റ് അളവിൽ നമുക്ക് വരച്ച് നോക്കാം. അപ്പം നമുക്ക് വേറെ വേറെ തുണിയാൽ നമുക്ക് സാരി ബ്ലൗസിൻ്റെ പല ചെസ്റ്റ് അളവും ഷോൾഡർ അളവും കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് വരച്ച് നോക്കാം. നമുക്കിവിടെ ഒരാളുടെ പുറകുവശം അളവ് നോക്കാം. ഇറക്കം നമുക്ക് 14 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തു. അപ്പോൾ നമുക്ക് ചെസ്റ്റ് അളവ് 34 വരുന്നത്. 34 ചെസ്റ്റ്, 14 ഷോൾഡർ, 6 ഇഞ്ച് കഴുത്തിറക്കം. അപ്പോൾ ഇതെങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഷോൾഡറിൽ നിന്ന് കുറയ്ക്കുന്നത് നോക്കാം. നമ്മളിവിടെ ഇറക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട് 15 ഇഞ്ച്. അപ്പോൾ ഇവരുടെ ഷോൾഡർ 14, കഴുത്തിറക്കം 6. അപ്പോൾ നമുക്കിവിടെ 6 ഇഞ്ച് അടയാളപ്പെടുത്താം. കഴുത്തിറക്കം നമ്മൾ 6 അടയാളപ്പെടുത്തി. പിന്നെ നമുക്ക് 14-ൽ നമുക്ക് 6 ആകുമ്പോൾ എത്ര കുറയ്ക്കണം? 2 ഇഞ്ച് കുറയ്ക്കണം. ഇപ്പം 14-ൽ നിന്ന് 2 പോയാൽ നമുക്ക് 12 വന്നത്. അപ്പോൾ ഇവരുടെ ഷോൾഡർ വീതി വരുന്നത് 14-ൽ നിന്ന് 2 പോയാൽ നമുക്ക് 12 വന്നു. 12-ൻ്റെ 2-ൽ 1 എന്ന് പറയുന്നത് 6 ഇഞ്ചാണ്. അപ്പോൾ നമ്മളിവിടെ 6 ഇഞ്ചാണ് ഷോൾഡർ അടയാളപ്പെടുത്തിയത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 34 ഷോൾഡർ വന്നു, 34 ചെസ്റ്റ് അളവ് വന്നു, 14 ഷോൾഡർ വന്നു, 6 ഇഞ്ച് കഴുത്ത് വന്നപ്പോൾ നമ്മൾ കുറച്ച് കൊടുത്തത് 2 ഇഞ്ചാണ്. ഇപ്പം 12 വന്നു. 12-ൻ്റെ 2-ൽ 1 എന്ന് പറയുന്നത് 6 ഇഞ്ച് നമ്മൾ ഷോൾഡർ ആയിട്ട് അടയാളപ്പെടുത്തി. അപ്പോൾ നമുക്കിവിടെ അകലം എത്ര കൊടുക്കാൻ പറ്റും?
2.5 ഇഞ്ച് കൊടുക്കാൻ പറ്റും. നമുക്ക് 2.5 ഇഞ്ച് കഴുത്തകലം കൊടുത്തിട്ട് നമുക്ക് കഴുത്ത് അടയാളപ്പെടുത്താൻ പറ്റും. ഇനി ഇത് കൈ കണക്കുകൾ. അപ്പം കൈക്കുഴി നമ്മൾ കറക്റ്റ് അവർക്ക് എത്രയാണോ ഉള്ളത് അതിൻ്റെ കൂടെ ലൂസ് കൂട്ടി നമ്മൾ കറക്റ്റ് ചെയ്യുകയാണ്. ഇവിടെ ഇപ്പം നമുക്ക് 14 ഇഞ്ചാണുള്ളത്. 14ൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് കൂട്ടുമ്പോൾ 14.5 വന്നു. നമുക്ക് 7.25 കൈക്കുഴി കിട്ടണം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്ര നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ 34 ചെസ്റ്റ് അളവും 14 ഷോൾഡറും ഉള്ള വ്യക്തിക്ക് 6 ഇഞ്ച് കഴുത്ത് കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കഴുത്ത്, അതായത് ഷോൾഡർ മൈനസ് ചെയ്യുന്നതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു അളവും കൂടെ നോക്കാം. നമുക്ക് അടുത്തൊരു അളവിലുള്ള ഇതും കൂടെ നോക്കാം, ഷോൾഡറും കൂടെ നോക്കാം. അപ്പം നമുക്ക് വരുന്നത് അളവ് 39 ചെസ്റ്റ് അളവ്. ഷോൾഡർ 17, നെക്ക് വരുന്നത് നമുക്ക് 10 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ഇറക്കം 16 ഇഞ്ച് എടുത്തു, നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്തിറക്കം നമുക്ക് 10 ഇഞ്ച് അടയാളപ്പെടുത്താം. നമ്മൾ കഴുത്തിറക്കം 10 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി ഇവരുടെ ഷോൾഡർ 17. അപ്പോൾ നമുക്ക് കഴുത്തിറക്കം 10 വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ 3.5 ഇഞ്ച് ഷോൾഡറിൽ നിന്ന് കുറച്ച് കൊടുക്കണം. അപ്പം 17ൽ നിന്ന് 3.5 പോകുമ്പോൾ നമുക്ക് 13.5 വന്നു. 13.5യുടെ പകുതി എന്ന് പറയുന്നത് 6.25. അപ്പോൾ നമുക്ക് 10 ഇഞ്ച് കഴുത്തിറക്കം വന്നതുകൊണ്ടാണ് നമ്മൾ ഷോൾഡറിൽ നമ്മൾ 3.5 ഇഞ്ച് കുറച്ച് കൊടുത്തത്. നമുക്ക് ശരിക്കും കുറയ്ക്കേണ്ടതും അങ്ങനെ തന്നെയാണ്. നമ്മൾ 10 ഇഞ്ചും 11 ഇഞ്ചും ഒക്കെ വരുന്നെങ്കിൽ 3.5 തൊട്ട് 4 വരെ കുറയ്ക്കാം. നമുക്കിപ്പോൾ ഇവിടെ 17 നമുക്ക് 4 വേണേലും കുറയ്ക്കാം. കാരണം 10 ഇഞ്ച് കഴുത്തിറക്കം വന്നതുകൊണ്ട് നമുക്ക് 4 ഇഞ്ച് വേണേലും കുറയ്ക്കാം. പക്ഷേ ഇവരുടെ ഷോൾഡർ വിരിവ് 17 ആയതുകൊണ്ട് നമുക്ക് 3.5 ഇഞ്ച് കുറച്ചാൽ മതി. അപ്പോൾ നമ്മൾ 3.5 കുറയ്ക്കുമ്പോൾ നമുക്ക് 13.5 വന്നു. 13.5യുടെ 2/1 ഭാഗം എന്ന് പറയുന്നത് 6.25. നമ്മൾ 6.25 ഇവിടെ അടയാളപ്പെടുത്തി. ഇനി അകലം നമുക്ക് ഇവർക്ക് ഒരു 3.5 ഇഞ്ച് വരെ കൊടുക്കാം നമുക്ക് കഴുത്തകലം. കാരണം ഷോൾഡർ 17 ഇഞ്ച് ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് അകലം എത്ര എടുത്താലും ഒരു പ്രശ്നവും വരില്ല. കറക്റ്റ് നമ്മൾ ആം ഹോൾ റൗണ്ട് കറക്റ്റ് അനുസരിച്ച് നമ്മൾ കൈക്കുഴി കറക്റ്റ് ചെയ്താൽ മതി. ആം ഹോൾ റൗണ്ട് അവരുടെ എത്രയാണോ അതനുസരിച്ച് നമ്മൾ കൈക്കുഴി കറക്റ്റ് ചെയ്താൽ ഇവർക്ക് കഴുത്തകലം എത്ര കൊടുത്താലും ഒരു പ്രശ്നവും വരില്ല. പിന്നെ ഇത് ഇറക്കം കൂടുന്തോറും ഇവർ ടക്ക് കൊടുത്താൽ കുറച്ചുകൂടെ പിടുത്തം നമുക്ക് ബ്ലൗസിൻ്റെ കഴുത്തിന് കിട്ടുന്നുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഞാനിവിടെ ഇവർക്ക് 3.25 കഴുത്തകലം കൊടുക്കുന്നത്. ഇവിടെ 3.5 കൊടുക്കും. അപ്പോൾ നമ്മൾ 39 ചെസ്റ്റ് അളവ്, 17 ഷോൾഡർ അളവ്, കഴുത്തിറക്കം 10 വന്നപ്പോൾ നമ്മൾ കൊടുത്തത് ഷോൾഡറിൽ നമ്മൾ ഒറിജിനൽ ഷോൾഡറിൽ നമ്മൾ 3.5 കുറച്ചു. 3.5 കുറച്ച ശേഷം 13.5 വന്നു. 17ൽ നിന്ന് 3.5 പോയും 13.5 വന്നു. 13.5യുടെ 2/1 അളവ്, അതായത് 6.25 നമ്മൾ ഷോൾഡർ കണക്കായിട്ട് നമ്മൾ കൊടുത്തു. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവരുടെ കൈക്കുഴിയും കൂടെ കാണിക്കാം. കൈക്കുഴി ഇവർക്ക് 18 ഇഞ്ചാണ്. അപ്പം 18 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് കൂട്ടുമ്പോൾ നമുക്ക് 18.5 വന്നു. അപ്പോൾ നമുക്ക് 9.25 ഇവർക്ക് കിട്ടണം. അതായത് കൈക്കുഴി നമുക്ക് ആം ഹോൾ റൗണ്ട് 9.25 കിട്ടുന്നത് പോലെ നമ്മൾ 6.25 ഷോൾഡർ കൊടുത്ത് നമുക്ക് 6.25 കൈക്കുഴിയുടെ ഇറക്കമായിട്ട് കൊടുത്ത് നോക്കാം. 6.25 തലത്തുമ്പിട്ടേ ചളന്ന് നോക്കാം. ഇപ്പം നമുക്കിവിടെ ചെസ്റ്റ് അളവ് നമുക്ക് 39ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ നമുക്ക് 43 വന്നത്. 43ൻ്റെ 4/1 എന്ന് പറയുന്നത് 10.25. ഇവിടെ 10.25 നമുക്ക് 9.25 ആം ഹോൾ റൗണ്ട് കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പോൾ നമുക്കിവിടെ 9 ഇഞ്ച് കിട്ടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് 6.5 കൈക്കുഴിയുടെ ഇറക്കമായിട്ട് കൊടുക്കണം. ഒന്നുകൂടെ അളന്ന് നോക്കാം. ഇവിടെ നമുക്ക് 9.25 കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഷോൾഡർ 6.25 കൊടുത്താലും ഇവർക്ക് നമ്മൾ കൈക്കുഴി ഇറക്കമായിട്ട് കൊടുത്തേക്കുന്നത് 6.5 ഇഞ്ചാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കഴുത്തിൻ്റെ ഷോൾഡർ, അതായത് സാരി ബ്ലൗസിൻ്റെ ഷോൾഡർ കറക്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഷോൾഡർ എത്രയാണോ കഴുത്തിറക്കം എത്രയാണോ ഇത് രണ്ടും നോക്കുക. പിന്നെ ചെസ്റ്റ് അളവും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ഇത് കറക്റ്റ് ചെയ്യേണ്ടത്.
അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ടളവ് ഞാൻ കാണിച്ചു, 39ൻ്റെ കാണിച്ചു, 34ൻ്റെയും കാണിച്ചു. ഇനി നമുക്ക് ഒരളവും കൂടെ നോക്കാം. നമ്മളിപ്പോൾ അടുത്തൊരു ബ്ലൗസ് നോക്കാം. നമുക്ക് ഇപ്പോൾ 36 ചെസ്റ്റ് അളവ്. ഇപ്പോൾ 36 നമുക്ക് ചെസ്റ്റ് അളവ് വന്നത്. ഷോൾഡർ നമുക്ക് 16 വന്നു, കഴുത്തിറക്കം 8 ഇഞ്ച് വന്നു. ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഷോൾഡർ കറക്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ 15 ഇഞ്ച് ഇറക്കം, അതിന് 16 എടുത്തു. പിന്നെ നമുക്ക് കഴുത്തിറക്കം 8 അത് നമ്മൾ അടയാളപ്പെടുത്തി. അപ്പോൾ 8 ഇഞ്ച് വരുമ്പം നമ്മൾ ഷോൾഡറിൽ നിന്ന് നമുക്ക് ഷോൾഡർ 16 ഷോൾഡറിൽ നിന്ന് എത്ര കുറയ്ക്കണം എന്ന് ചോദിച്ചാൽ നമ്മൾ 8 ഇഞ്ച് വരുമ്പം 3 ഇഞ്ച് കുറയ്ക്കാം. നമുക്ക് 3 ഇഞ്ച് വന്നാൽ 3.5 ഇഞ്ച് വരെ കുറയ്ക്കാം. അത് ഓരോരുത്തരുടെയും ശരീരപ്രകൃതി അനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ ഷോൾഡർ വിരിവ് അനുസരിച്ചിരിക്കും. അപ്പോൾ നമുക്ക് 8 ഇഞ്ച് കഴുത്തിറക്കം വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒറിജിനൽ ഷോൾഡറിൽ നിന്ന് നമ്മൾ ഒറിജിനൽ ഷോൾഡർ 16 അതിൽ നമ്മൾക്ക് 3 ഇഞ്ച് കുറയ്ക്കാം. അപ്പോൾ നമുക്ക് 3 ഇഞ്ച് കുറയ്ക്കുമ്പോൾ 13 വന്നു. അപ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ 13ൻ്റെ രണ്ടിലൊരു വണ്ണം എന്ന് പറയുന്നത് 6.5 നമുക്ക് 6.5 ഇഞ്ച് ഇവിടെ എടുക്കാം. അപ്പോൾ ഇവർക്ക് അകലം നമുക്ക് ഒരു 2.25 കൊടുക്കാം. നമ്മൾ 16 നിന്നും 8 ഇഞ്ച് കഴുത്തിറക്കം ആയതുകൊണ്ട് നമ്മൾ 3 ഇഞ്ചാണ് കുറച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം പറഞ്ഞ കണക്കുകൾ നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് കറക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. തുടക്കക്കാരാകുമ്പോഴാണ് ഈ കണക്ക് ഇങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടി വരുന്നത്. അല്ലെങ്കിൽ കുറേ നമ്മൾ ബ്ലൗസ് വെട്ടുന്നവരാണെങ്കിൽ നമുക്ക് കുറേ മനസ്സിലാവും. ഓരോരുത്തരുടെ ഷോൾഡർ കാണുമ്പോൾ എത്ര കുറയ്ക്കണം എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത് തുടക്കക്കാരാകുമ്പോൾ നമ്മൾ ഈ കണക്ക് എഴുതി വെച്ചിട്ട് തന്നെ, ആദ്യം ഞാൻ പറഞ്ഞ കണക്കുകൾ എഴുതി വെച്ചിട്ട് തന്നെ നിങ്ങൾ ഇത് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഇവിടെ നമ്മൾ 2.25 കൊടുത്ത് ഇവിടെ നമ്മൾ 3 ഇഞ്ച് കൊടുക്കും. ഇവരുടെ ആം ഹോൾ റൗണ്ടും 16 പക്ഷെ ഇവർക്ക് നമ്മൾ 6 ഇഞ്ച് കൊടുത്തു നോക്കാം. അതായത് 36ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ നമുക്ക് 40 വന്നു. ചെസ്റ്റ് വണ്ണം 10 അടയാളപ്പെടുത്തി. അപ്പോൾ ഇവർക്ക് നമുക്ക് 16ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 8 ആം ഹോൾ റൗണ്ട് കിട്ടുന്ന പോലെ ആയിരിക്കണം നമ്മൾ കൈക്കുറ്റി അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. തേൽത്തുമ്പോൾ ഇവിടെ ഇടുക. നമുക്ക് എന്നിട്ട് അളന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ 8.5 അപ്പോൾ നമുക്ക് 6 ഇഞ്ച് പോലും കൈക്കുഴി വേണ്ട. അപ്പോൾ നമുക്ക് 5.5 ഇഞ്ച് കൈക്കുഴി കൊടുത്ത് നോക്കാം. ഈ കൈക്കുഴി എന്ന് പറഞ്ഞാൽ നമുക്ക് ആം ഹോൾ റൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഷോൾഡറിൻ്റെ നമുക്ക് ബന്ധപ്പെട്ട് കിടക്കുന്നത് കഴുത്തും ചെസ്റ്റ് അളവും തമ്മിലാണ്. നമുക്കളന്ന് നോക്കാം. നമുക്കിവിടെ 8 ഇഞ്ച് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ഇപ്പം നിങ്ങൾക്ക് ഏത് അളവാണെങ്കിലും, ഏത് ചെസ്റ്റ് അളവ്, ഏത് ഷോൾഡർ അളവ്, ഏത് കഴുത്തളവാണെങ്കിലും നമ്മൾ ഈ കണക്കനുസരിച്ച്, അതായത് ഇതിൽ നിന്നും ഞാൻ പറഞ്ഞു മാറ്റം വന്നുകൊണ്ടിരിക്കും. ഓരോരുത്തരുടെ ഷോൾഡർ വീതിക്കനുസരിച്ച് നമ്മൾ മൈനസ് ചെയ്യേണ്ട തുക കുറഞ്ഞുകൊണ്ടിരിക്കും, കുറഞ്ഞല്ലെങ്കിൽ കൂടിക്കൊണ്ടിരിക്കും. അപ്പം അത് നമ്മൾ ചെയ്താണ് ശീലിക്കുക. തുടക്കക്കാരാണെങ്കിൽ ചെയ്ത് നമ്മൾ ബ്ലൗസിൻ്റെ കണക്കുകൾ അല്ലെങ്കിൽ നമ്മളിത് കട്ട് ചെയ്താണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇത്രയാണ് കാര്യങ്ങളുള്ളത്. ഇത്ര നിങ്ങൾക്ക് മനസ്സിലാക്കി വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഞാൻ ഒരളവും കൂടെ കാണിച്ചു തരാം. ഇപ്പോൾ ഏതളവ് വന്നാലും നിങ്ങളുടെ അളവ്, ചെസ്റ്റ് അളവ് എത്രയാണോ, നിങ്ങളുടെ ഷോൾഡർ എത്രയാണോ, നിങ്ങൾ എടുക്കുന്ന കഴുത്തിറക്കം എത്രയാണോ, അതിൽ നിന്നാണ് നമ്മൾ കഴുത്തിറക്കം എത്രയാണോ അതിൽ നിന്നാണ് നമ്മൾ ഫുൾ ഷോൾഡർ നമ്മൾ 8 ഇഞ്ചാണെങ്കിൽ നമ്മൾ 3 ഇഞ്ച് കുറയ്ക്കേണ്ടത്. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ കണക്കുകൾ 12 ഇഞ്ചാണ് വരുന്നതെങ്കിൽ നമുക്ക് 5 ഇഞ്ച് വരെ കുറച്ച് കൊടുക്കാം. അത് ഞാൻ എൻ്റെ ചാനലൊരു 11 ഇഞ്ച് കഴുത്ത് വെട്ടുന്ന ഒരു വീനക്ക് വെട്ടുന്ന ഒരു ബ്ലൗസിൻ്റെ ഇതിട്ടിട്ടുണ്ട്. ഞാൻ അതും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. പിന്നെ ഷോൾഡറിൻ്റെ വിരിവ് അനുസരിച്ച് നമുക്ക് ഈ കണക്കുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാം. അതുപോലെ നമ്മുടെ കൈക്കുഴി ആം ഹോൾ റൗണ്ട് ചിലർക്ക് ഇപ്പം 34 ചെസ്റ്റ് ഉള്ളവർക്ക് ചിലപ്പം 17 ഷോൾഡർ വിരിവും 19 അല്ലെങ്കിൽ 18.5 ആം ഹോൾ റൗണ്ടും വരുന്നവരുണ്ടാകാം. അപ്പോൾ നമ്മൾ ഈ ഷോൾഡർ തന്നെ നമ്മൾ കൈക്കുഴി ഇറക്കം കൊടുക്കും. അപ്പോൾ ഇത്രയാണ്. അപ്പം ഏതളവ് വന്നാലും, അതായത് നമ്മുടെ ചെസ്റ്റ് അളവ് എത്രയാണോ, നമ്മുടെ ഷോൾഡർ അളവ് എത്രയാണോ, നമ്മുടെ കഴുത്തിറക്കം എത്രയാണോ, അത് ഏതളവിൽ വന്നാലും
നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ ഷോൾഡർ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കണക്കുകൾ നിങ്ങളുടെ ഷോൾഡർ അളവ് ഏതാണോ അതിലേക്ക് ആഡ് ചെയ്യുക. നിങ്ങൾ ഏതാണോ കഴുത്തിറക്കം എടുക്കുന്നത് അതുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാം. ഒരു 3-4 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് വരും. ഇതിപ്പം 36-ന് ചെസ്റ്റ് അളവ്. അപ്പോൾ നമുക്ക് ഈ 36-ന് നമ്മൾ 6 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്നത് 6 ഇഞ്ച് കിട്ടും. ചിലർക്ക് അങ്ങനെ എടുക്കാൻ പറ്റും. കാരണം അതൊരു ഫോർമുലയാണ്. പക്ഷേ അത് എപ്പോഴും എല്ലാ ഷോൾഡറുകാർക്കും കറക്റ്റായി വരണം നിർബന്ധമില്ല. അപ്പം നമ്മൾ ഷോൾഡറിൽ നമ്മൾ കഴുത്തിറക്കം എത്രയാണോ അതനുസരിച്ച് കുറയ്ക്കുന്നതാണ് കറക്റ്റായ മെത്തേഡ്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ള അളവുകളെ നിങ്ങൾ ഈ രീതിയിൽ കറക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് ഈ ഷോൾഡറുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. താങ്ക്